ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും താലിബാൻ ആയാലും നൈജീരിയയിലെ ബൊക്കാഹോം ആയാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും BJP ആയാലും എന്നാ നിനക്കറിയാത്ത കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. കൊലപാതകങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒസാമ ബിൻ ലാദനും അൽ ഖ്വയ്ദയ്ക്കും ഐസിസിനും ബോക്കോ ഹറാമിനും ഒക്കെ തല കുനിച്ച് നാണിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരാശയം ലോകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ സഖാവേ. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും വേറെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയാലും താലിബാൻ ആയാലും നൈജീരിയയിലെ ബൊക്കാഹോം ആയാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും BJP ആയാലും പാവനമായ മതദർശനങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ എന്നുള്ള കാര്യം BJP ഒക്കെയാണ്. പിന്നെ ഇവിടെ പറയുവാനുള്ളത് ഇത് തന്നെയാണ് പ്രശ്നം ശ്രീ ജലീൽ, ഇത് തന്നെയാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. അല്ല ചിരിക്കേണ്ട ഈ പറയുന്ന ഒരു ബാലൻസിംഗ് ഉണ്ടല്ലോ, ഏത് ഈ ഒരു ബാലൻസിംഗ് ഉണ്ടല്ലോ, എത്ര കാലം ഈ ബാലൻസിംഗ് കൊണ്ട് നടക്കുന്നത്? എത്ര കാലം നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. ഞാൻ എന്നോട് ചിരിച്ചു പോയതാണ്, അതൊരു ഗതികേടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ, പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ, ബൊക്കോ ഹറാമിനെ പറ്റി പറയുമ്പോൾ, അൽ ഖ്വയ്ദയെ പറ്റി പറയുമ്പോൾ ശ്രീ ജലീൽ അവിടെ ഈ തിരികെ കയറ്റുന്നുണ്ടല്ലോ BJP. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, അങ്ങയുടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യമെങ്കിലും ഈ പറയുന്ന RSSനെയോ BJPയോ ഇതുപോലൊരു ഭീകരവാദ പട്ടികയിൽ പെടുത്തിയതായിട്ട് അങ്ങേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ലോകത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുണ്ട് സംഘടനകളുണ്ട്. എവിടെയെങ്കിലും RSSനെയോ BJPയെ കുറിച്ചിട്ട് ആ തരത്തിലൊരു പരാമർശം വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അങ്ങനെ ഒരാളുണ്ടാവും? ഉണ്ടാകും, ഉണ്ടാകണം, ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കും. അപ്പം നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ഈക്വൽ ഇട്ടിട്ടുള്ള ഡ്രോയിങ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്തതിൻ്റെ വിഷയമൊന്നുമല്ല, അത് നടന്നുകൊണ്ട് പൊക്കോട്ടെ. ഇനി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ഈ പറയുന്ന ഇസ്ലാമിക ടെററിസം കഴിഞ്ഞ ഒരു 40-50 വർഷക്കാലത്തിനിടയിൽ എത്ര ലക്ഷം മനുഷ്യരെ കൊന്നൊടുക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര ലക്ഷം മനുഷ്യരെ? എനിക്കറിയില്ല. ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു സംഘടന, ആ സംഘടനയുടെ എന്തെങ്കിലും മതപരമായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞ അവർ എന്നുള്ള തരത്തിലല്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെറിയ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നു, ആ സംഘർഷങ്ങളെ തുടർന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു മരണം സംഭവിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPMനെയൊക്കെ നമ്മൾ ഏത് കാലത്തെ ഭീകരവാദ സംഘടനയായി പെടുത്തേണ്ടതാണ്? അങ്ങനെ പെടുത്തുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും രണ്ട് ആശയങ്ങൾ തമ്മിൽ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 1-2 മരണങ്ങൾ സംഭവിക്കും. ഇത് പലയിടത്തും സംഭവിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരു സംഘടനയെ ഭീകരവാദ സംഘടന എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അർഹതപ്പെട്ട സംഘടന എന്ന് പറയുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് പോലും അല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. അതിന് ഏറ്റവും അധികം ആൾക്കാരെ കൊന്നൊടുക്കിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് CPM ആണ് കേരളത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും അധികം അർഹതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിൽ 1982 മറ്റോ ആണ് 18 ആനന്ദാശ്രമ സന്യാസിമാരെയാണ് പച്ചയ്ക്ക് നടുറോട്ടിലിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ തീ കൊളുത്തി കൊന്നത്. പച്ചയ്ക്ക് നടുറോട്ടിലിട്ട് തീ കൊളുത്തി കൊന്നത്. ഞാൻ കള്ളം പറയുന്നൊന്നുമല്ലല്ലോ, ആൾക്കാർക്ക് വെറുതെ ഒന്ന് ഗൂഗിളിൽ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. CPM ഹിന്ദു സന്യാസിമാരെ കൊന്നതിനെ കുറിച്ചിട്ട്, കൊൽക്കത്തയിലിട്ട് കൊന്നതിനെ കുറിച്ചിട്ട് ചുമ്മാ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി. 18 ആനന്ദമാർഗ സന്യാസിമാരെയാണ് പച്ചയ്ക്ക് നടുറോട്ടിലിട്ട് നട്ടുച്ചയ്ക്ക് തീ കൊളുത്തി കൊന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇവിടെ അത് കൊട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. പിന്നെ ഈ കൊലപാതകങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒസാമ ബിൻ ലാദനും അൽ ഖ്വയ്ദയ്ക്കും ഐസിസിനും ബോക്കോ ഹറാമിനും ഒക്കെ തല കുനിച്ച് നാണിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരാശയം ലോകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ സഖാവേ, മറ്റൊന്നുമില്ല. കാരണം ഏതാണ്ട് 8 ചേർന്നിട്ട് ലോകത്ത് കൊന്നൊടുക്കിയിട്ടുള്ളത്. അങ്ങനെ കൊന്ന കണക്ക് നോക്കിയിരുന്നാലും ശരി തന്നെയാണ്, ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ തീവ്രത അളന്നു നോക്കിയിരുന്നാലും ശരി തന്നെയാണ്, നിങ്ങൾക്കൊപ്പം പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു ആശയവും ഒരു പ്രസ്ഥാനവും ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോക്കോ ഹറാമിന് മുമ്പിലോ ഐസിസിൻ്റെ ഒപ്പോ അൽ ഖ്വയ്ദയ്ക്കോ ഒപ്പോ അല്ല, ഇതിൻ്റെയൊക്കെ അച്ഛൻ്റെ സ്ഥാനത്ത് കൊണ്ടിരുത്താൻ പറ്റുന്ന ഒരാശയവും പ്രസ്ഥാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ. ഒരു കൈവതം
നാറ്റിക്കരുത്. പിന്നെ അങ്ങ് പറഞ്ഞു ഭരണഘടന വളരെ മികച്ച ഭരണഘടനയാണ്, ഏറ്റവും മികച്ച ഭരണഘടനയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയാണ്. ശരിയാണ് സാർ, ഇന്ത്യയിലെ ഭരണഘടന ഏറ്റവും മികച്ച ഭരണഘടനയാണ്, അല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ BR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഈ ഭരണഘടനയോട് പ്രശ്നമുള്ളൂ, ബാക്കി ആർക്കും ഇതിനോട് പ്രശ്നമില്ല. കാരണം ഇന്ത്യയിലെ ഭരണത്തിനെ എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് അവരുടെ ഏകാധിപത്യ സംവിധാനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭരണഘടന ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ഈ ഭരണഘടനയോടുള്ളൊരു പ്രശ്നം എന്ന് അന്ന് വളരെ ഭംഗിയായിട്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? ഇന്ന് ശോഷിച്ച് ഒരു മൂലയ്ക്ക് ഒരു തരിയായിട്ട് ഒതുങ്ങി കഴിയുന്ന സമയത്ത് തൽക്കാലത്തേക്ക് നാണം മറച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടന എടുത്ത് മുമ്പ് വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന നിങ്ങളുടെ തനിക്കോണം ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നൊരു മൂലയ്ക്ക് വന്ന് ഒതുങ്ങിക്കൂടി ഇരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അങ്ങ് വളരെ കാര്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് മതരാജ്യങ്ങൾ. എന്താ അങ്ങ് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്താണ് ബംഗ്ലാദേശിലെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പോലെ ഒരു മതരാജ്യമാക്കി ഇതിനെ മാറ്റുമ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ മതരാജ്യങ്ങളായി മാറിയ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞു വെച്ചത്. ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ, പ്രത്യേകിച്ച് മതങ്ങളൊന്നും ഇല്ലാത്ത ഉത്തര കൊറിയയുടെ അവസ്ഥ എന്താ? ജനാധിപത്യം ഉണ്ടോ അവിടെ? സ്വാതന്ത്ര്യം ഉണ്ടോ അവിടെ? മനുഷ്യന് ചിരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? കൈ കൊട്ടാനുള്ള സ്വാതന്ത്ര്യം രണ്ടാമത്തെ വിഷയമാണ്. കൈ കൊട്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി വന്നു നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കൈ കൊട്ടലിന്റെ ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അവനെ തലവെട്ടിക്കളയും. അതാണ് അവസ്ഥ. അങ്ങ് പറഞ്ഞു ബംഗ്ലാദേശിൽ എന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിടെ അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു. എന്തായാലും ഞാൻ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് കാണുന്നുണ്ട്. ആ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് വെനസ്വേലയിലെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഏതോ പ്രസ് ക്ലബിന്റെ മുമ്പ് 437 പേര് ഒരു ബാനറും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിർത്താൻ വേണ്ടുന്ന ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു ഗ്യാതറിംഗും കണ്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നമ്മുടെ കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലാണ് 24 മണിക്കൂറിനിടയിൽ ഇതുപോലെ ജനക്കൂട്ടം 3-4 പേരെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്നൊരു ബാനറും പിടിച്ച് അയ്യോ പാവം ഞങ്ങളിവിടെ നിൽപ്പുണ്ടേ, ഞങ്ങളെ ആരും ഒന്നും ചെയ്യല്ലേ, നിങ്ങളിതൊക്കെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞിട്ടായിരിക്കുമോ നിൽക്കുക? അതോ നിങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി. ഞാൻ പറഞ്ഞൊന്നുമില്ല റഹീമിനോട് ബംഗ്ലാദേശിൽ പോയി കരയാൻ ഞാൻ പറഞ്ഞൊന്നുമില്ല. ഞാൻ പറയാത്ത കാര്യം പറയരുത്. ഞാൻ പറഞ്ഞത് ലോകത്ത് എവിടെയായിരുന്നാലും ദൈന്യത അനുഭവിക്കുന്ന മനുഷ്യന്റെ ഭാഷ ഒന്നാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞവർ ഇത്രയും നാളായിട്ടും ഇവിടെ ഇരുന്നിട്ട് അവിടുത്തെ കരയുന്ന മനുഷ്യരുടെ നിലവിളിയുടെ ഭാഷ അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ റഹീമിനോട് അങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെല്ലാം കൂടെ വണ്ടി വിളിച്ച് ബംഗ്ലാദേശിലേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്, അവിടെ ചെന്നിറങ്ങുമ്പോൾ അവർ പറയും അവർ CPM-കാരാണെന്നൊന്നും നോക്കൂല, ഇവർ അവിശ്വാസികളാണ്, മതം നടത്താൻ വന്നവരാണെന്നും പറഞ്ഞ് പിടിച്ച് കെട്ടിയിട്ട് കത്തിക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണമെന്ന് ഞാൻ പറയില്ല.